ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് ലോജിക്കാണ്. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നമുക്ക് 2 മാർക്കിനും ഇനി 5 ലോസ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, അല്ലെങ്കിൽ 5 മാർക്സിനൊക്കെ റൈറ്റ് അബൌട്ട് ദി ലോസ് ഓഫ് ലോജിക് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ആ ലോസാണ് എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ഐഡം പൊട്ടൻറ്റ് ലോയാണ്. ഐഡം പൊട്ടൻറ്റ് ലോ, നമുക്കൊരു ഐഡൻറ്റിറ്റി ലോ എന്ന് വെച്ചാൽ അതിൽ പറയുന്നത് പി ഡിസ്ജങ്ഷൻ പി ഈസ് ഈക്വൽ ടു പി ആണ്. അതായത് പി എന്നുള്ളത് ഇപ്പം നമ്മൾ ട്രൂ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പി ഡിസ്ജങ്ഷൻ പി ആകുമ്പോൾ എന്താണ് ട്രൂ ഓർ ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ ഓറില്ലേ, ട്രൂ ഓർ ട്രൂ. ഇപ്പോൾ രണ്ടും ട്രൂ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും വാല്യൂ? ട്രൂ തന്നെ ആയിരിക്കും, ഈക്വൽ ടു ട്രൂ. അതായത് നമ്മൾ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഫോൾസ് ആവുക, ഫോൾസ് ഓർ ഫോൾസ്, രണ്ട് ഫോൾസ് ആവുന്ന കണ്ടീഷൻ എന്താണ്? ഫോൾസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പി ഫോൾസ് ആവുമ്പോൾ പി ഓർ പി എന്നുള്ളതും എന്തായിരിക്കും? പി ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ട്രൂത്ത് ടേബിൾ അറിയാം എന്താണ് ഈ ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ. അതായത് ഈ രണ്ടും ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് ട്രൂ ആകുക, അല്ലെങ്കിൽ രണ്ടും ട്രൂ ആകുന്ന കേസിൽ ട്രൂ ആയിരിക്കും, അല്ലാതെ രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ടും ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. രണ്ടും ഫോൾസ് ആകുന്ന കേസിലും ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ കൺജങ്ഷൻ എഴുതുക. കൺജങ്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രൂ ആവുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ട്രൂ ആവുള്ളൂ. അതായത് പി എന്നുള്ളത് ട്രൂ ആവാണ്, കൺജങ്ഷൻ പി എന്ന് പറയുമ്പോൾ അതും ട്രൂ ആവുക. ആ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും? നമുക്ക് ട്രൂ ആയിരിക്കും ഇല്ല. അതായത് ഇവിടെ എന്താ പി കൺജങ്ഷൻ പി ആൻഡ് പി സീക്വൽ ടു എന്താണ് നമുക്ക് കിട്ടുന്നത്? പി തന്നെയാണ്, ട്രൂ തന്നെയാണ്. ഇനിയിപ്പോൾ പി ഫോൾസ്, പിക്ക് നമ്മൾ ഫോൾസ് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും? ഫോൾസ് ആൻഡ് ഫോൾസ്, രണ്ടും ഫോൾസ് ആകുന്ന കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ്? ഐഡംപൊട്ടൻറ്റ് ലോ എന്നുള്ളത് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അസോസിയേഷൻ ലോ. ഇത് നിങ്ങൾ ഓരോന്നൊന്ന് ചെയ്തു നോക്കട്ടോ. അസോസിയേഷൻ ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം പി ക്യു ആർ, ഇവിടെ 3 വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ പിക്ക് നമ്മൾ ട്രൂ കൊടുക്കുക. പി ക്യു ആർ 3 ഉണ്ട്. പിക്ക് ട്രൂ കൊടുത്ത് ക്യൂവിന് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇഷ്ടമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രൂ ആണ് കൊടുക്കുക, ഓറിന് ഫോൾസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് പി എന്ന് പറയുമ്പോൾ ട്രൂ കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ കൺജങ്ഷൻ ആറ്. അപ്പോൾ ഇതെന്താ വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കട്ടെ. ട്രൂ കൺജങ്ഷൻ ആറ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഫോൾസ് ആണല്ലേ. ഫോൾസും ട്രൂവും കൂടെയുള്ള കൺജങ്ഷൻ നമുക്ക് എന്താ വരുന്നത്? അത് ഇപ്പോൾ ഒന്ന് ഫോൾസ് ഒന്ന് ട്രൂ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? ഫോൾസ് ആയിരിക്കും വരിക. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് എന്തായിരിക്കും? അതിൻ്റെ രണ്ടിൻ്റെ കൺജങ്ഷൻ നമുക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് ഫോൾസ് ആണ് അല്ലേ. ഇനി ഈ ഒരു കേസിൽ ഇപ്പോൾ നമുക്ക് ഇതേ കേസ് തന്നെ കൊടുക്കണം കേട്ടോ പിക്ക്. അതായത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുക. അതായത് ഈ സൈഡ് എന്ന് വെച്ചാൽ അപ്പോൾ പി എന്താണ്? ട്രൂ ആണ്. കൺജങ്ഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. കൺജങ്ഷന് ആർ എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുക ട്രൂ കൺജങ്ഷൻ ട്രൂ എന്താണ് നമുക്കിത് വരുന്നത്? ട്രൂ ആണ്. ട്രൂ കൺജങ്ഷൻ ട്രൂ എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. പിന്നെ കൺജങ്ഷൻ പിന്നെ നമുക്ക് വരുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ കൺജങ്ഷൻ ഫോൾസ് എന്നാണ് ഫോൾസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെയും ഫോൾസ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസ് നിങ്ങൾ കൊടുത്ത് നോക്കും. നമുക്കറിയാം 3 വരുമ്പോൾ നമുക്ക് 8 സെറ്റ് വാല്യൂ ഉണ്ടല്ലേ. ആ 8 സെറ്റ് വാല്യൂ ഇങ്ങനെ മാറ്റി കൊടുത്താലും നമുക്ക് കറക്റ്റ് ആയിരിക്കും കിട്ടുക. LHSും RHSും കറക്റ്റ് ആയിരിക്കും. ഇതാണ് അസോസിയേഷൻ ലോ. അപ്പോൾ നമുക്ക് അസോസിയേഷൻ ലോ കൺജങ്ഷൻ ഉണ്ട്. ഈ ഫസ്റ്റ് വണ്ണ് അസോസിയേഷൻ ലോ ഓഫ് കൺജങ്ഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മൾ എ ഇൻറ്റു ഇങ്ങനെ ചെയ്യലില്ലേ, എ ഇൻറ്റു ബി സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതൽ? നമ്മളുണ്ട് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് എഴുതൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു കൺജങ്ഷനും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതാണ് അസോസിയേഷൻ ലോ. ഇത് അസോസിയേഷൻ ലോ ഓഫ് കൺജങ്ഷൻ ഓർ അസോസിയേഷൻ ലോ ഓഫ് ആൻഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് അസോസിയേഷൻ ലോ ഓഫ് ഓർ. ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തു കൊടുക്കുക. അതായത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പോൾ പിക്ക് നിങ്ങൾ ട്രൂ എടുക്കുക, ഏതെങ്കിലും മതി. മൂന്ന് വാല്യൂസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വാല്യൂസ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അതായത് പിക്ക് നമ്മൾ ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ,
പിക്ക് ഒരു വാല്യൂ കൊടുക്കുക, ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക, ക്യൂവിന് വേറെ വാല്യൂ കൊടുക്കുക, ആറിനൊരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂസ് ഇവിടെ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് ഇത് രണ്ടും സെയിം, LHSും RHSും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ലോജിക്സ് ആർ അസോസിയേറ്റീവ് പറയാം അല്ലേ. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ തിരിച്ചിടാൻ പറ്റുന്നില്ല മീനിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പീക്ക് ഇതെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫസ്റ്റ് വന്നതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് ഓർ അല്ലെങ്കിൽ ഡിസ്ജങ്ഷനാണ് വരുന്നത്. ഇത് നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് ആൻഡ് ആണല്ലേ, ഇതിങ്ങനെ വന്നാൽ ആൻഡ് ഓർ കൺജങ്ഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. പിക്ക് നമ്മൾ ട്രൂ കൊടുത്ത് ക്യൂക്ക് നമ്മൾ എന്ത് ചെയ്യുക ഫോൾസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് LHS എന്താ വരുന്നത് കമ്മ്യൂട്ടേറ്റിംഗ് പി ഓർ ക്യൂ ആണ് നമ്മൾ കാണുന്നത്. പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, പിക്ക് നമ്മൾ ട്രൂ ആണ് കൊടുത്തത്, ട്രൂ ഓർ ക്യൂക്ക് ഫോൾസ്, ട്രൂ ഓർ ഫോൾസ് ഏതെങ്കിലും ഒന്ന് ട്രൂ ആകുമ്പോൾ നമുക്ക് ആൻസർ എന്താണ് ട്രൂ കിട്ടും ഇല്ലേ. ഇനി ഇവിടെ നോക്കാം, ക്യൂ ഓർ പി ആണ്. ക്യൂക്ക് നമ്മൾ എന്താ കൊടുത്തത് ഫോൾസ് ആണ് കൊടുത്തത്, ഫോൾസ്. ഓർ പിക്ക് ട്രൂ ആ കൊടുത്തത്, ട്രൂ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്താണ് കറക്റ്റ് ആണല്ലേ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടും ട്രൂ കൊടുത്താൽ എന്താണ് ട്രൂ ഓർ ട്രൂ എന്താണ് നമുക്ക് കിട്ടുന്നത് ട്രൂ ആണ്. അതുപോലെ തന്നെ അല്ലായിരിക്കും ട്രൂ ഓർ ട്രൂ, അതായത് രണ്ടും ട്രൂ ആകുമ്പോൾ അതും ട്രൂ ആയിരിക്കും. അപ്പോൾ LHSും RHSും നമുക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഏത് വാല്യൂ കൊടുക്കുക, TTയോ നമുക്കില്ല, രണ്ടെണ്ണം നമുക്ക് TT, പിന്നെ അതുപോലെ തന്നെ TF, FTA, TF, ഏത് വാല്യൂ നമുക്ക് പിക്കും ക്യൂക്കും കൊടുത്ത് നമ്മൾ നോക്കിയാലും ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യും, നമുക്കറിയാലോ A ഇൻറ്റു B ഈക്വൽ ടു എന്താണ് B ഇൻറ്റു A ആണല്ലേ. അതുപോലെ തന്നെയാണ് ഇത് ഓറിൻ്റെത്, ഇത് ആൻഡിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്കാണ് ഡിസ്ജങ്ഷൻ ലോ. ഈ ഡിസ്ജങ്ഷൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ പിക്ക് ഞാൻ ഒന്നായിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ഓരോന്നും ചെയ്യണം കേട്ടോ. ഇപ്പോൾ പിക്ക് നമ്മൾ ട്രൂ കൊടുത്ത്, അപ്പോൾ ക്യൂക്ക് നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ഫോൾസ് കൊടുത്തു. ഇത് അപ്പോൾ പിക്ക് എന്താണ് ട്രൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഫസ്റ്റത്തെ നമ്മൾ ചെയ്യുമ്പോൾ പിക്ക് എന്ത് കൊടുത്തു ട്രൂ കൊടുത്തു. ട്രൂ ഇംപ്ലൈസ് ഓക്കെ, ട്രൂ ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ F കൊടുത്തു, ഓറ് പിക്ക് ട്രൂ. ഓക്കെ, ഇപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റത്തത് ട്രൂ ആകുക, ഇതെന്നാൽ F ഓർട്ടിനുമ്പോൾ ട്രൂ, സെക്കൻഡും ട്രൂ, രണ്ടും ട്രൂ ആകുമ്പോൾ എന്താണ് കറക്റ്റാണ്, ട്രൂ ആകൂല്ലേ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പിക്ക് ഫോൾസ് കൊടുക്കുമ്പോൾ ഫോൾസ്, ഇവിടെ എന്തായിരിക്കും ഫോൾസ് ഓർ ഫോൾസ് ടേൺസ് ടു ഫോൾസ്. അപ്പോൾ രണ്ടും ഫോൾസ് ആകുമ്പോൾ എന്തായിരിക്കും ട്രൂ ആയിരിക്കും. ഓക്കെ, ഒന്ന് ട്രൂ ആയിട്ട് ഒന്ന് ഫോൾസ് ആകുന്ന സിറ്റുവേഷൻ മാത്രമേ ഫോൾസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഡിസ്റ്റിങ്ഷൻ ലോ. ഓക്കെ, അപ്പോൾ ഈ ലോസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ഈ ലോസിൽ ഓരോ വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ. ഓക്കെ, ഇത് പി ഇംപ്ലൈസ് എന്ന് വെച്ചാൽ ക്യൂ ഓർ പി ആണ്, നേരെ തിരിച്ച് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മളത് ഇത് നേരെ തിരിച്ചാകുമ്പോൾ പി ഓർ ക്യൂ ആൻഡ് നോട്ട് പി, അതെന്ന് പറയുമ്പോൾ ക്യൂ ആയിരിക്കും, ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾ ഈ ലോസൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് ഓർക്കുമ്പോൾ ഇതിന് ഓരോന്നിനും ട്രൂവോ ഫോൾസോ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് കറക്റ്റ് ആണോ എന്നില്ല നോക്കുക. നെക്സ്റ്റ് വണ് ലോസ് ഓഫ് കൺജങ്ഷൻ ആണ്. ഈ ഡിസ്ജങ്ഷൻ്റെ പോലെ തന്നെ നമുക്കറിയാം ഇതെന്താണ് വരുന്നത്, ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വരുന്നത് പി ക്യൂ ടേൺസ് ടു എന്താണ് ക്യൂ ഇംപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്താണ് പി ഓർ ക്യൂ അല്ലേ. അപ്പോൾ ഇത് നേരെ തിരിച്ചെടുക്കുക, പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് എന്താണ് ക്യൂ ആണ്. അതായത് ഇത് നേരെ തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക കൺജങ്ഷൻ കിട്ടും. അപ്പോൾ ഈ ലോസൊക്കെ നമുക്ക് എന്ത് ചെയ്യുക തിരിച്ച് എഴുതാം. ഇങ്ങനെ എഴുതാം, ക്യൂ ആൻഡ് പി ഇംപ്ലൈസ് പി എഴുതാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് തിരിച്ചെഴുതാം. ഈ ലോസ് ഓഫ് കൺജങ്ഷനിൽ ഈ നാളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക തിരിച്ചെഴുതാം. പിന്നെ വരുന്നതാണ് നെഗേഷന്. ഓക്കെ, നെഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് രണ്ട് നെഗേഷൻ, ഇപ്പോൾ നമുക്കറിയില്ലേ
ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ് അല്ലേ? എയുടെ ട്രാൻസ്പോസ് നമ്മൾ എ ട്രാൻസ്പോസ് ദി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എടുത്തിട്ട് ഒന്നുകൂടി ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പി എന്നുള്ളത് ട്രൂ ആയി. ഓക്കെ, അപ്പോൾ നോട്ട് പി എന്തായിരിക്കും? നോട്ട് പി എന്നുള്ളത് ഫോൾസ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. അപ്പോൾ നമുക്ക് നോട്ട് പി എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നോട്ട് പി എന്നാണ് എന്താണ്? ഫോൾസ്. ഓക്കെ, അപ്പോൾ നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂ. അതന്നെയല്ല നമുക്ക് പി വരുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് ക്യൂവിൻ്റെ കേസിലും. ഇപ്പോൾ ക്യൂ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫോൾസ് ആയിട്ട് കൊടുത്തു ചെയ്താൽ അപ്പോൾ ക്യൂ എന്നുള്ളത് ഫോൾസ് ആയി. അപ്പോൾ ക്യൂ എന്നുള്ളത് ട്രൂ ആകും അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നോട്ട് ക്യൂ എന്താണ്? ട്രൂ. അപ്പോൾ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾസ് ആയിരിക്കും. അതാണ് നമ്മളെ ക്യൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വരുന്നത് നെഗേഷൻ ലോ. ആ നെഗേഷൻ ലോ ഇതിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതായത് നോട്ട് പി ഓർ ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ ഇതിനെന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നോട്ട് പി ഓർ നോട്ട് ക്യൂ എന്ന് എഴുതുക. ഇപ്പം നമുക്ക് എ ഇൻറ്റു ബി എന്നാകുമ്പോൾ നമുക്ക് എന്ത് എ ഇൻറ്റു ബി ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ എ ഇൻറ്റു ബി എന്ന് എഴുതൂലേ? അതുപോലെ തന്നെ അല്ലെങ്കിൽ എ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോട്ട് പി നെഗേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം എന്ത് ചെയ്യും? നെഗേഷൻ. നോട്ട് പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നോട്ട് ഇവിടെ നമ്മൾ ഈ ഒരുമിച്ച് നോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ നമ്മൾ ആൻഡ് വരുമ്പോൾ ഇവിടെ ഓറാണെങ്കിൽ ഇവിടെ ആൻഡ് വരും, ഇവിടെ ആൻഡ് ആണെങ്കിൽ ഇവിടെ ഓർ വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഡിമോർഗൻസ് ലോ എന്നുള്ളതുണ്ട്. അതാണ് ഇതും ഈ ലോസും എന്നാണ് സെയിം തന്നെയാണ്. കണ്ടില്ലേ? നോട്ട് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താ? സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഓർ വരും. ഇപ്പോൾ നമ്മൾ പി ആൻഡ് ക്യൂ ഇതിന് ഒരുമിച്ച് ഇങ്ങനെ നോട്ട് കൊടുത്താൽ നമുക്കിത് എഴുതാൻ പറ്റുന്നത് നോട്ട് പി ഓർ നോട്ട് ക്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ നോട്ട് പി ഓർ നോട്ട് ക്യൂ ആണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. പി ആൻഡ് ക്യൂ നോട്ട് പി ഓർ. ഇവിടെ ആൻഡ് ഒരുമിച്ച് ആൻഡ് വരുമ്പോൾ എന്താണ്? സെപ്പറേറ്റ് ചെയ്തുമ്പോൾ ഓറാവും. ഇനി ഇവിടെ നോക്കിയാൽ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. നോട്ട് പി പി ഓർ ക്യൂ ഇതിൻ്റെ നോട്ടാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നോട്ട് പി പിന്നെ ഇതെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓർ ആൻഡ് ആവും, ആൻഡ് ഓർ ആകും. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമോർഗൻസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അതിപ്പോൾ ഇത് മാത്രമായിട്ടല്ല. അപ്പോൾ പി ആൻഡ് ക്യൂ എന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പി ഓർ ക്യൂ ഇല്ലേ? അങ്ങനെ ആ ഒരു ഇതിൽ സെപ്പറേറ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതായത് നോട്ട് പി ആൻഡ് വരുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആൻഡ് ഓർ ആകും. അതുപോലെ തന്നെ ഒരുമിച്ച് ആൻഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓർ ആകും. ഒരുമിച്ച് ഓർ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആൻഡ് ആവും. ഇതാണ് നമ്മളെ ഡിമോർഗൻസ് ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാപോസിറ്റീവ് ലോ. ഈ കോൺട്രാപോസിറ്റീവ് ലോ എന്ന് പറയുമ്പോഴും നമുക്ക് വരുന്നത് പി ഓർ ക്യൂ ആണ്. ഓക്കെ, ഈ പി ഓർ ക്യൂലെ പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് വരുന്നത്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നോട്ട് ക്യൂ എന്ന് പറയുന്നത് നോട്ട് പി ആണ്. അതിപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ, പിക്കും ക്യൂക്കും നമ്മൾ ഒരു നമ്പർ കൊടുക്കുക. ഏതാണ്? പി എന്നുള്ളത് ഇംപ്ലിക്കേഷൻ. ഇതിപ്പോൾ നമ്മൾ പി നമ്മൾ ട്രൂ കൊടുത്തു. ഓക്കെ, ഇവിടെ പിക്ക് നമ്മൾ പി എന്നുള്ളത് നമ്മൾ ട്രൂ കൊടുത്ത്. ഓക്കെ, ക്യൂ എന്നുള്ളത് ഫോൾസായി. അപ്പോൾ ട്രൂ ഫോൾസ് വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്താണ് വരുന്നത്? പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ